കൊച്ചി മെട്രോ അടുത്തയാഴ്ച ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിക്കും. വിവിധ മെട്രോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് സർവീസ്. 15 ബസ്സുകളാണ് നിരത്തിലിറങ്ങുന്നത്. വിവിധ റൂട്ടുകളിൽ നടത്തിയ പരീക്ഷണോട്ടം വിജയകരമായതിനെ തുടർന്നാണ് അടുത്തയാഴ്ച മുതൽ ബസ് സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചത്. ആലുവ നെടുമ്പാശ്ശേരി വിമാനത്താവളം, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ഹൈക്കോടതി MG റോഡ് സർക്കുലർ, കടവന്ത്ര KP വെള്ളൻ റോഡ് അങ്ങനെ വിവിധ റൂട്ടുകളിലായാണ് സർവീസ് ആരംഭിക്കുക. ആലുവ മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ 80 രൂപയും മറ്റു റൂട്ടുകളിൽ 5 കിലോമീറ്റർ യാത്രയ്ക്ക് മിനിമം 20 രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തവയാണ് ബസ്സുകൾ. മെട്രോയിൽ എന്താണോ സൗകര്യം നമ്മൾ ആളുകൾ വരാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ എഫിഷ്യൻസിയും അതിൻ്റെ ഒരു റിലയബിലിറ്റിയും അതിൻ്റെ സേഫ്റ്റിയൊക്കെ കുറിച്ചാണ്. അത്തരമൊരു സിസ്റ്റം പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. 5 കിലോമീറ്റർ വരെ നമുക്ക് 20 രൂപയിൽ യാത്ര ചെയ്യാം. മുട്ടം, കലൂർ, വൈറ്റില, ആലുവ എന്നിവിടങ്ങളിലാണ് ബസ്സുകളുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ. ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റും നടത്താം. UPI വഴിയും റുപ്പേ ഡെബിറ്റ് കാർഡ്, കൊച്ചി വൺ കാർഡ് എന്നിവ വഴിയും പേയ്മെൻറ്റ് നടത്താം. എയർപോർട്ടിൽ നിന്ന് തിരക്കുള്ള സമയങ്ങളിൽ 20 മിനിറ്റ് ഇടവിട്ടും തിരക്കില്ലാത്ത സമയങ്ങളിൽ 30 മിനിറ്റ് ഇടവിട്ടും സർവീസുകൾ ഉണ്ടാകും. രാവിലെ 6:45 മുതൽ സർവീസ് ആരംഭിക്കും. രാത്രി 11 മണിക്കാണ് വിമാനത്താവളത്തിൽ നിന്ന് ആലുവയിലേക്കുള്ള അവസാന സർവീസ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ടിൽ 30 മിനിറ്റ് ഇടവിട്ടാണ് സർവീസ്. എയർപോർട്ട് റൂട്ടിൽ 4 ബസ്സുകളും കളമശ്ശേരി റൂട്ടിൽ 2 ബസ്സുകളും ഇൻഫോ പാർക്ക് റൂട്ടിൽ 1 ബസ്സുമാണ് സർവീസ് നടത്തുക. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.